എന്തോ ഒരു ശ്വാസം മുട്ടൽ ഡോക്ടറെ. കാഷ്വാലിറ്റിയിൽ പോയി കാണിക്കു വേഗം. നിങ്ങൾ വിചാരിച്ച ശ്വാസം മുട്ടലൊന്നല്ല. പിന്നെ പിന്നെ പുതിയ കൊല്ലൊക്കെ ആയില്ലേ. അപ്പൊ പുതിയ കൊല്ലാകുമ്പോ നമ്മളൊക്കെ പുതിയതാണല്ലോ. അപ്പൊ എന്റെ മോന് പേരക്കുട്ടിയില്ലേ, നമുക്കൊരു ബുക്കൊക്കെ ഉണ്ടാക്കി തന്നാണ്. നമ്മള് പിന്നെ പുഴുങ്ങിയ ഭക്ഷണം കഴിക്കണം, ഇറച്ചി മീനും അതൊക്കെ പുഴുങ്ങി കഴിക്കണം, ഒന്നും എണ്ണ കൂട്ടരുത്, അങ്ങനെ നോക്കിയാണ് ആ ബുക്കില്. എടുക്കാൻ മാത്രം ഉണ്ടല്ലോ ഇങ്ങക്ക്. അടിച്ചാൻ തരുന്നല്ലേ ഡോക്ടറെ. ഓനിപ്പോ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? നടക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഭക്ഷണത്തിൽ ഇങ്ങനെയൊക്കെ നോക്കാന്. പിന്നെ അതേപോലെ രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ഞാൻ നടക്കന്നെ. പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടരുത്. നിങ്ങളോട് പറയുകയാണെങ്കിൽ നേരെ രാത്രിയായ എന്റെ അപ്പുറത്തുള്ള ദാസനും വിജയനും ഇല്ലേ, എന്നും കച്ചറ ഡോക്ടറെ. ഞങ്ങൾ രാത്രിയായ മരിബ് സ്കെച്ച് വേഗം അങ്ങോട്ട് പോയി. എന്തേ കച്ചറ ഉണ്ടാക്കണേ? ഓല് കള്ളുടിച്ചെന്ന് കച്ചറ ഉണ്ടാക്കുക. ഞങ്ങൾ മരിബ് സ്കെച്ചാല് നേരെ അവിടെ പോയി നിൽക്കും, ഇത് കാണാൻ വേണ്ടിട്ട്. വല്ല കച്ചറ കൂട്ടിന് കാണാൻ രസാണല്ലോ. എന്നിട്ട് പിന്നെ നേരം വെളുത്താല് ഓനും ഓന്റെ പെണ്ണുങ്ങളും ഒരു കുഴപ്പമില്ല കേട്ടോ, ഓന് നന്നാവും ചെയ്യും. ഇതൊന്നും എന്റെ പേരക്കുട്ടിക്ക് ഇഷ്ടമില്ല, അങ്ങനത്തെ ഒന്നും കാണാനൊന്നും പറ്റൂല. അങ്ങനെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുക. 5-6 ദിവസമായി ഞാൻ ഇങ്ങനെ അടങ്ങി നിൽക്കണ്. ആ ശ്വാസം മുട്ടല്ല ഞാൻ പറഞ്ഞേ, അടച്ചിട്ടിട്ടുള്ള ശ്വാസം മുട്ടല്ലേ. എന്നിട്ട് എന്താ ചെയ്ത് നിങ്ങള്? കുറച്ച് ദിവസമൊക്കെ അടങ്ങി നിന്ന് പിന്നെ പോരുന്ന സമയത്ത് ഞാൻ എന്തേതറിയോ, ബിരിയാണി തിന്ന് അപ്പുറത്ത് കയറിയിട്ട്. അല്ലാത്ത പേരേന്ന് കിട്ടാഞ്ഞാലത്തെ പുറത്തുനിന്ന് തിന്ന് തന്നെ. ആരോഗ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മാനസികമായും ശാരീരികമായും സാമൂഹികമായും നമ്മൾ നല്ല നിലയിലാവണം. അതാണ് ആരോഗ്യം. അതുകൊണ്ടാണ് മോൻ പറയുന്നത് എന്ത്, ഇങ്ങനെയുള്ള ഈ മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണം ക്രമീകരിക്കുക, ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഡെയിലി 3 പ്രാവശ്യം നടന്നോളൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കാൻ സമയമില്ല, പിന്നെ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അതാണ് ഓൻ പറഞ്ഞത്. ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോള്, ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ എന്താ അറ്റ് ലാസ്റ്റ് സംഭവിക്കുക? അവസാനം പോയി എന്താ സംഭവിക്കുക? നമ്മളുടെ ഓരോ അവയവങ്ങളെയും ഇത് കാർന്ന് തിന്നും. മുന്നോട്ടുള്ള ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ആരെയും കഷ്ടപ്പെടുത്താതെ നിങ്ങൾ നല്ലൊരു ആരോഗ്യത്തോടെ ജീവിക്കട്ടെ എന്നാണ് ആ പേരക്കുട്ടി നിങ്ങളോട് പറയുന്നത്. ശരി തന്നെ, പെട്ടെന്ന് വെച്ചിട്ടൊരു മാറ്റം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മെല്ലെ ഓരോന്നോരോന്നായി മാറ്റിയാൽ മതി. പെട്ടെന്ന് മാറ്റാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ശ്വാസം മുട്ടൽ വന്നത് കേട്ടോ. മെല്ലെ റെഡി ആയിക്കോളും.